ഹലോ ഫ്രണ്ട്സ്, ചിക്കൻ ഓമാൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ പെരുന്നാൾ ദിനത്തിൽ റഷ്യയിൽ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. ഇവിടെ കുറേ മലയാളികളുണ്ട് കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഇത് കേരളത്തിലാണെന്ന്, പക്ഷേ കേരളത്തിലല്ല. ഇത് സറൻസ്ക് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഈദ് മുബാറക്. ഇന്ന് പെരുന്നാൾ ദിനമാണ്. പെരുന്നാൾ ദിനത്തിന് ഞാനിന്ന് പള്ളിയിലോട്ട് നമസ്കരിക്കാൻ വേണ്ടി പോവാണ്. ഞാനിപ്പോൾ റഷ്യയിലാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഇന്നലെ കഴിഞ്ഞ ദിവസം എമിയുടെ ബർത്ത്ഡേ ആയിരുന്നു. ടാക്സി ഇതാ വന്ന് ഓടട്ടെ. എമി, where are you? Morning. Hi, morning. Good morning. Eid Mubarak. Morning. Pardon? Eid Mubarak. What's Eid Mubarak? That festival. Wishes. Happy wishes Yeah. for the festival. Oh. Bye. See you. Eid Mubarak. I'm going, okay? Bye. My taxi is there. Bye. Okay. Bye. See you. നിന്ന് കറങ്ങുന്നുണ്ടായിരുന്നു. Let's go. നല്ല തണുപ്പ് സമയമായിട്ട് കേട്ടോ. 7 മണിക്കാണ് പള്ളി. ഇവിടെ ഒന്നാമത് പള്ളികളൊക്കെ എന്ന് പറയുമ്പോൾ പള്ളികളൊക്കെ എന്നല്ല, സൂര്യൻ എന്ന് പറയുമ്പോൾ നേരത്തെ എണീക്കും. അപ്പോൾ അറിയാലോ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇവിടെ പെരുന്നാൾ നമസ്കാരം കഴിയും. നമ്മുടെ നാട്ടിൽ പണ്ട് 11 മണിക്ക് നമസ്കരിക്കുന്ന പോലെയല്ല. ഇപ്പം നമ്മുടെ നാട്ടിൽ 7 മണിക്കൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ 7 മണിക്കാണ്. 6:89 10 മിനിറ്റ് ഉണ്ട് പെരുന്നാൾ നമസ്കാരം കഴിയുന്നതാണ്. അങ്ങനെ നോക്കാം. എൻ്റെ അടുത്ത് പെട്ടെന്ന് പോകാൻ പറഞ്ഞു. ചേട്ടൻ കിറക്കം മാറ്റുന്ന കേട്ടോ. രാവിലെ ഇതാണ് കേട്ടോ ഇവിടുത്തെ അന്തരീക്ഷം. നമ്മുടെ സറൻസ്ക് നഗരത്തിന്റെ ഒരു അന്തരീക്ഷമാണ്. നല്ല കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ള ഒരു നല്ലൊരു പ്രദേശമാണ്. പള്ളിയിൽ ആക്ച്വലി ഇവിടെ ധാരാളം ഇന്ത്യൻ സ്റ്റുഡൻസ് ഒക്കെ പഠിക്കുന്നുണ്ട്. ഇവിടെ ധാരാളം ഇന്ത്യൻ സ്റ്റുഡൻസ് ഒക്കെ പഠിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം കാണിച്ചു തന്നില്ലായിരുന്നോ, അതായത് മലയാളികൾ പഠിക്കുന്ന ഒരു വലിയ ഇവിടുത്തെ പ്രസിദ്ധമായിട്ടുള്ള, റഷ്യയിലെ തന്നെ ഒരു പ്രസിദ്ധമായിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ് ഇവിടെ ഉള്ളത്. സറൻസ്കിലെ യൂണിവേഴ്സിറ്റി. മെഡിസിൻ പഠിക്കാനൊക്കെ ധാരാളം മലയാളികൾ വരുന്നുണ്ട്. റഷ്യയിൽ ഈവൻ യുക്രൈനിൽ നിന്നൊക്കെ പല ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലൊക്കെ പോവാം. നമ്മളെന്തായാലും അവരെയൊക്കെ മീറ്റ് ചെയ്യുന്നുണ്ട്. ഇന്നലെ ഞാൻ ഒരു 3 തമിഴ്നാട്ടിലെ ഒരു പെൺകുട്ടികളെ കണ്ടിട്ടുണ്ട്. അവരെയും മലയാളികൾ തന്നെയാണ് കൊണ്ടുവന്നത്. ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട്, സ്റ്റഡീസൊക്കെ എങ്ങനെയുണ്ടെന്ന് 3 പെൺകുട്ടികളുടെ അടുത്ത് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഭയങ്കര കംഫർട്ടാണ്. എന്നെ അൽബാനിയയിലൊക്കെ കണ്ടില്ല, അതായത് യൂറോപ്പിൽ നിന്ന് പോയി പറഞ്ഞിട്ട് അൽബാനിയയിൽ പോയി പെട്ടുപോയ കുറേ മലയാളികളല്ലേ. അപ്പോൾ അവരെയൊക്കെ കേട്ടപ്പോൾ അതിൽ നിന്ന് ഭയങ്കര അടിപൊളിയായിട്ടാണ്. ഇവരൊക്കെ ഭയങ്കര ഹാപ്പിയാണ് ഇവിടെ പഠിക്കുന്നവർ. പിന്നെ ക്ലൈമറ്റ് നല്ലതാണ്. പിന്നെ എനിക്കൊന്ന് മോസ്കോയും കാട്ടി ഇവിടെ കൂടുതൽ നല്ലതെന്ന് അത് ഞാൻ പറഞ്ഞാൽ ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല. കാരണം മോസ്കോ വലിയ സിറ്റിയാണ്. പക്ഷെ ഇവിടെ ഒരു കാമാൻ ക്വൈറ്റ് മാത്രമല്ല, ഇവിടെയുള്ള ആളുകൾ കുറച്ചുകൂടെ ജനറസ് ആണ്. കാരണം മോസ്കോ വലിയ സിറ്റിയാണ്. അപ്പോൾ ഒരു ടഫ് യൂറോപ്യൻ ഇതാണ് അങ്ങോട്ടൊക്കെ പോകുമ്പോൾ. അപ്പോൾ ഇവിടേക്ക് എന്ന് പറയുമ്പോൾ ഭയങ്കര കാമാണ്, ഭയങ്കര ഇതാണ്. ഇപ്പം പ്രിവിയത്തൊക്കെ പറഞ്ഞാൽ പ്രിവിയ കേട്ടില്ലേ പുള്ളിക്കാരൻ. ഭാഗ്യം, ഞാൻ പേടിച്ചു പോയി. പുള്ളിക്കാരൻ തിരിച്ചു എൻ്റെ അടുത്ത് നോക്കിയിട്ട് പ്രിവിയത്ത് പറയൂല. അത് അപ്പൊ കണ്ടില്ല. എല്ലാവരും നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പൊ ഞാൻ എന്തായാലും പള്ളി പോട്ടെ. ഞാനങ്ങനെ 400 ഇതാ കേട്ടോ. അങ്ങനെ ഇവിടെ കുറെ കാറുകൾ കിടക്കുന്നുണ്ട്. പെരുന്നാളിന് ഇവിടെ ആളുകൾ വരുമെന്ന് അറിയാന്നുള്ളതുകൊണ്ട് എന്നെ തൊട്ടപ്പുറത്ത് പോലീസ് കാവലിരിക്കുകയാണ്. കാവലല്ല, സോറി, പൈസയ്ക്ക് വേണ്ടി പിടിക്കാൻ വേണ്ടിയിരിക്കുകയാണ്. ഈ കാണുന്നതാണ് പള്ളി. നമസ്കാരമൊക്കെ കഴിഞ്ഞല്ലേ? ഞാൻ വന്നപ്പോൾ നമസ്കാരം ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ നമസ്കാരം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ സംസ്കാരം നമ്മുടെ വൈക്കോൽപ്പെട്ടിയുടെ മുകളിൽ നിന്നാണ് നമസ്കരിച്ചത്. നല്ല അടിപൊളി പള്ളി കേട്ടോ. ഇവിടെ എല്ലാവരും നമസ്കാരം കഴിഞ്ഞ് വരുവാണ്. 7 മണിന്ന് പറഞ്ഞാൽ 7 മണിക്ക് തന്നെ നമസ്കാരം തുടങ്ങി. എല്ലാവരും ദാണ്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ കുറേ കുട്ടികളുണ്ട് കേട്ടോ. നമ്മുടെ മലയാളി കുട്ടികളൊക്കെ കുറേ പേര് കയ്യെന്നട്ടൊക്കെ പോയിട്ടുണ്ട്. ഇവിടെ ഫുള്ള് ആളുകളൊക്കെ പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നേ ഉള്ളൂ. നമ്മൾ ലേറ്റായി. ഇനിയും കുറേ ആൾക്കാർ ഇറങ്ങാറുണ്ട്. അതുകൊണ്ടേ സൊമാലിയിൽ നിന്നൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾ വന്നോ, കുഴപ്പമില്ല. അടുത്ത ട്രിപ്പൊന്നല്ലേ വന്നോട്ട്. ഇവിടെ നമ്മള് സംസാരിച്ചോണ്ടിരിക്കുകയാണ്. സീനിയേഴ്സ് വരും. ഇവിടെ ആക്ച്വലി കുറേ മലയാളി കുട്ടികളുണ്ട്. ഞാൻ അവരെയൊക്കെ പരിചയപ്പെടുത്തി തരാം. എല്ലാവരെയും പരിചയപ്പെടുത്താൻ പറ്റൂല. 400 പേരുണ്ടെന്നാണ് കേട്ടോ പറയുന്നത്. തൽക്കാലം 10 പേരെങ്കിലും പരിചയപ്പെടുത്താവാ. മലയാളികളല്ലേ, വരുന്നോ? അപ്പൊ എല്ലാരും ഈദ് മുബാറക്. ഇവിടെ എന്ത് ചെയ്യുക, എന്ത് പഠിക്കുക? കേട്ടോ. ക്യാമറ വന്നപ്പോൾ സൗണ്ടൊക്കെ കുറഞ്ഞു പോയി. ഇവർക്ക് വേണ്ടി ഞാൻ തന്നെ പറയാം.
ഇവരൊക്കെ ആക്ച്വലി മലയാളികൾ ഏകദേശം 400 പേരെന്തൊക്കെ ഇവിടെ പഠിക്കുന്നുണ്ട്. ഇവരെല്ലാവരും ഇവിടെ പഠിക്കുന്നത് MBBS തന്നെയാണ്. നമുക്കറിയാലോ നമ്മുടെ നാട്ടിൽ അത്രയും പൈസ കൊടുത്ത് പഠിക്കാൻ പറ്റാത്തവർ ഇവിടെ വന്ന് പഠിച്ചിട്ട് നാട്ടിൽ പോയി ഡോക്ടർ ആവുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ കാണിച്ചു തന്നില്ലേ, ആ ഒരു യൂണിവേഴ്സിറ്റിയിലാണ് കേട്ടോ ആക്ച്വലി ഇവർ പഠിക്കുന്നത്. ബ്രോ വരുന്നില്ലേ? സീനിയർ അല്ലേ? സീനിയർ വന്നോ ഇവിടെ നില്ലേ? എങ്ങനെയുണ്ട് അഭിപ്രായം? റഷ്യയുടെ അഭിപ്രായം പറ. മൈക്കൊന്നുമില്ല, ഉറച്ചു പറയണേ. മൈക്കൊന്നുമില്ല, ഉറച്ചു പറ. നല്ല തണുപ്പാണ്. വേറെ എന്താ പറയാനുള്ള? തണുപ്പ് മാത്രമേ ഉള്ളൂ. നല്ല യൂണിവേഴ്സിറ്റിയാണ്. എടുത്ത് ചോദിക്കണ ഞാൻ വേറെ ആരുടെങ്കിലും സീനിയർ അല്ല ജൂനിയറിന്റെ അടുത്ത് ചോദിച്ചിട്ട് അത് പറഞ്ഞുതരാം കേട്ടോ. സീനിയേഴ്സ് ആരും വാ പൊക്കുന്നില്ല. അപ്പോൾ കുറേ പേര് പള്ളിയിൽ ഇറങ്ങാറുണ്ട് കേട്ടോ. അതുകൊണ്ട് കുറേ ഷൂസൊക്കെ ഇവിടെ ഉണ്ട്. ഇവർ ഷൂസൊക്കെ കഴിഞ്ഞിട്ട് ഇനി പള്ളിയിൽ ഇറങ്ങിയിട്ട് ഞാൻ കുറച്ച് മലയാളികളൊക്കെ കാണിച്ചു തരാം. എന്നിട്ട് ഇവിടെ വേറൊരു പരിപാടിയുണ്ട്. അതായത് കുറച്ച് മലയാളികൾ അവരുടെ ഹോസ്റ്റലിൽ വിളിച്ചിട്ടുണ്ട്. അവരെന്തോ ബിരിയാണി എന്തോ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഹോസ്റ്റലിലെ കാര്യവും ഇവിടുത്തെ സ്റ്റഡീസിൻ്റെ കാര്യമൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എല്ലാവർക്കും ഈദ് മുബാറക്. ഈദ് മുബാറക് കേട്ടോ. കണ്ടതിൽ വളരെ സന്തോഷം. ഞാൻ ലാസ്റ്റ് ചൈനയിൽ പോയിട്ട് ഒരു പ്രാവശ്യം ഈദ് കൂടിയ ഒരു ഫീലാണ് കേട്ടോ. അതായത് ഫുള്ള് സ്റ്റുഡൻസ്, കൂടുതൽ തന്നെ സ്റ്റുഡൻസ് ആണ്. കണ്ടില്ലേ നമ്മുടെ സൗദി ജിലേബ ആ ഒരു സാധനമൊക്കെ ഇട്ട് കുറേ അറബ്സ് കുട്ടികളുണ്ട്. പിന്നെ കുറച്ച് ഒരു ഈസ്റ്റ് ആഫ്രിക്ക നമ്മുടെ ധാരാളം സൊമാലീസ് ഉണ്ടെന്നോ കേട്ടോ. സൊമാലിയൻ സ്റ്റുഡൻസ് ഉണ്ട്. നല്ലൊരു രസമുണ്ട് കേട്ടോ. മുണ്ടൊക്കെ കൊടുത്ത് ഈദ് ആഘോഷിക്കാൻ വേണ്ടി വന്ന കുറച്ച് മലയാളികളാണ് കേട്ടോ. എവിടെ സ്ഥലം? നിങ്ങളുടെ സ്ഥലം എവിടെയാ? മലപ്പുറത്ത് നിന്നാണ് കേട്ടോ. മലപ്പുറത്ത് നിന്നാണോ കൂടുതൽ മലയാളികൾ? ആണ്ടേ ഇവിടെ മുണ്ടെടുത്തത് അതുകൊണ്ടേ അവിടെ താണ്ടേ കാണിക്കാമല്ലോ. അതുകൊണ്ട് അവിടെ മുണ്ടെടുത്ത കുറേ ആൾക്കാർ. എനിക്കൊന്നും ഇവിടെ കുറേ മലയാളികളാണ് കേട്ടോ. പിന്നെ മറ്റ് പല സ്ഥലങ്ങളിലുള്ള ഇന്ത്യക്കാർ. പിന്നെ ഈ ഭാഗത്ത് കൂടുതൽ കാണാൻ സാധിക്കുന്നത് വിദ്യാർത്ഥികളാണ് കേട്ടോ. പല രാജ്യങ്ങളിൽ നിന്നും പല സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വന്ന കുറേ കുട്ടികളെയാണ് കേട്ടോ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പള്ളിയിൽ വന്നിട്ട് ഇവിടുത്തെ വാഷ്റൂം നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ല എന്ന് വേണ്ട, സോറി. ഇവിടെ ഒരു വാഷ്റൂമാണ് കേട്ടോ. പള്ളിയുടെ തന്നെ ഒരു വാഷ്റൂമാണ്. ഞാൻ പുറത്തോട്ട് പോട്ടെ. കാണുന്നതാണ് നമ്മുടെ പള്ളിയുടെ പുറകുവശത്ത് ധാരാളം സുരക്ഷാ സേനകളൊക്കെ വന്ന് നിൽപ്പുണ്ട് കേട്ടോ. അത്രയ്ക്ക് സ്റ്റുഡൻസാണ്. കണ്ടില്ലേ ഇവിടുത്തെ ലോക്കൽസിൻ്റെ ഒരു ഡബിൾ ട്രിപ്പിൾ മടങ്ങിൽ ഉള്ള വിദ്യാർത്ഥികളെയാണ് കേട്ടോ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ഫോട്ടോ എടുക്കുന്ന പരിപാടിയിലൊക്കെയാണ്. ഇദ്ദേഹമാണ് കേട്ടോ ഇവിടുത്തെ കളർഫുള്ളായിട്ട് നിൽക്കുന്ന. ഉണ്ടല്ലേ, ഞാൻ ആക്ച്വലി സൗദിയിൽ നിന്ന് ഇങ്ങനത്തെ വല്ലോ ജിലേബി വല്ലോ ഇവരുടെ ഡ്രസ്സ് വാങ്ങിച്ചുകൊണ്ട് വരാൻ വേണ്ടി ഇരുന്നതാണ്. കുറേ ഉണ്ട് കേട്ടോ. അങ്ങോട്ട് ഞാൻ ഉള്ളിലോട്ട് പോയിട്ട് വരാം. കുറേ ആൾക്കാർ നമുക്ക് ഇവിടെ ഇരിക്കുന്നത് കാണാം. പോലെയാണ് കേട്ടോ. അതായത് ഇവരുടെ ഓരോ ഇയർ. അതേത് ഇയറാ? അത് 5th. വേറെ ഏതാ? ഇവർ 4th ആര്? അതോ അവിടെ ഫസ്റ്റ് സെക്കൻഡ് എവിടെ? സെക്കൻഡ്, ഫസ്റ്റ്, തേർഡ്, 4th, 5th, 6th അങ്ങനെയാണ് കേട്ടോ. ഇവർ കൂട്ടം കൂടി നിൽക്കുന്ന കാഴ്ചയാണ്. കുറേ ഉണ്ട് കേട്ടോ. 6 വർഷത്തിലുള്ള സ്റ്റുഡൻസ് ആണ്. അതായത് ഇവിടെ ധാരാളം കുറേ വർഷങ്ങളായിട്ട് തന്നെ കുട്ടികൾ ആക്ച്വലി ഇവിടെ വരുന്നുണ്ട് പഠിക്കാനായിട്ട്. ധാരാളം വർഷങ്ങളായിട്ട് വരുന്നുണ്ട്. പിന്നെ 8 വർഷം കഴിഞ്ഞ് പോയ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. അവരൊക്കെ ഇവിടെ കുട്ടികളെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇവിടെ വന്ന് പഠിക്കണമെങ്കിലൊക്കെ ഞാൻ വന്ന് പറഞ്ഞുതരാം. ഞാൻ ചോദിച്ച അനുസരിച്ചിട്ട് ഒരു നല്ലൊരു അഭിപ്രായമുണ്ട് കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ലൊരു അഭിപ്രായമുണ്ട്. പിന്നെ കണ്ടില്ല എല്ലാവരും ചില്ലാണ്, ഹാപ്പിയാണ്. നമുക്ക് നോക്കാം. ഇവിടെ നമ്മളൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. കുറേ മലയാളികളുണ്ട്. ഇത് മലയാളികൾ കൊണ്ട് നിറഞ്ഞു കേട്ടോ. കറക്റ്റ് കേരളത്തിൽ വന്ന ഒരു ഫീലാണ്. ഒരു എന്താ പറയുക, ഒരു കൾച്ചറൽ വൈബ് കേട്ടോ. അതായത് പല ആളുകൾ ഇതുകൊണ്ട് അവിടെ ഒരു യമനിയാണ് കേട്ടോ. ആ കാണുന്നത് നമ്മുടെ ഒരു യമനി പയ്യനാണ്. അവരുടെ ഒരു യമനി കുറച്ച് ടീം, പിന്നെ വേറൊരു അറബ് വിഭാഗം, പിന്നെ ഇന്ത്യൻ വിഭാഗം, നമ്മുടെ ഒരു ബംഗ്ലാദേശ് വിഭാഗം മാറി. പിന്നെ അവിടെ ആയിട്ട് നമ്മുടെ സുഡാനികളെ കുറച്ച് കാണാൻ സാധിക്കും കേട്ടോ. സുഡാനികളും സൊമാലികളും ആ ഒരു ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എല്ലാം ഒരു നല്ല രസമുണ്ട് കേട്ടോ. ആ കാണുന്നതാണ് നമ്മുടെ പള്ളിയായിട്ട് വരുന്നത്. എല്ലാവരും ഫോട്ടോ എടുക്കുന്നതും അങ്ങനത്തെ സംഭവങ്ങളുടെ തിരക്കിലൊക്കെയാണ് കേട്ടോ. ആൾക്കാരെല്ലാം പള്ളിയിൽ നിന്ന് പോയപ്പോൾ ഞാൻ പള്ളിയുടെ അകത്ത് കയറാൻ വേണ്ടി വന്നിട്ടുണ്ട്. കുറേ ആൾക്കാരുണ്ടല്ലോ ഇവരൊക്കെ. السلام عليكم. عيد مبارك. عيد مبارك. عيد مبارك. من وين؟ صوماليا. والله موغاديشو. موغاديشو. أنا رو موغاديشو. I've been to Mogadishu. Where are you from? India? Where are you from? Hind, India. India. Yeah. Have you been there before? Somalia, yeah. In Mogadishu. Mogadishu. Also in Hargeisa. Somaliland also. Sorry, it's Somalia. No, the second. Sudan's is nice. And the Sudani. والله سورة كرتم
Khartoum da. Anda Khartoum? Ana Ru Khartoum. تعرف خرطوم. Ana Ru Abu Simbel, ما في Abu Simbel. Abu Hamad, هذا Abri, Dongri. أنا كله سودان. ما شاء الله كله يعرف ما شاء جنوب السودان هذا كله. السودان مع كويس والله. They're good people. നമ്മുടെ സലാം അലൈക്കും. അന്ത മാലൂം കേരള? കേരള മാലൂം? كيرلا معلوم كيرلا خروج اللودي. أين കേരള? കേരള فين കേരള? كيرلا في هندية. ഹിന്ദിയ ജുനൂബിൽ ഹിന്ദ്. അതായത് ഇവര് സുഡാനികൾ ആക്ച്വലി സൗദിയിലൊക്കെ ധാരാളം വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ബന്ധമുണ്ട്. നമ്മുടെ മലപ്പുറംകാർക്ക് സൗദിയുമായിട്ട് ബന്ധമില്ലേ, അല്ലെങ്കിൽ നമ്മുടെ ജനറൽ കേരളക്കാർക്ക് മിഡിൽ ഈസ്റ്റ് ഒരു ഗൾഫുമായിട്ട് ബന്ധമുള്ള പോലെയാണ് സുഡാനികൾക്ക് സൗദിയായിട്ടൊരു ബന്ധമുണ്ട്. അതുകൊണ്ട് കേരളം അവർക്ക് കേരളക്കാരെ അറിയാം. അതുകൊണ്ടാണ് സുഡാനി ഫ്രം നൈജീരിയ എന്ന് പറയുന്ന മൂവിയിൽ നൈജീരിയയിൽ നിന്നാണ് ഒരു പ്ലെയർ ഈ ഒരു മൂവിയിൽ വന്നത്. പക്ഷേ മലപ്പുറത്ത് വന്നത്, പക്ഷേ മലപ്പുറംകാർ വിളിക്കുന്നത് സുഡാനി എന്നാണ്. കാരണം മലപ്പുറംകാരുടെ ഒരു എന്താ പറയുക, ഒരു മെൻറ്റാലിറ്റിയിൽ, ഒരു സ്റ്റീരിയോ ടൈപ്പിൽ ആഫ്രിക്കക്കാർ, ഈ കറുത്ത നിറക്കാരെല്ലാം സുഡാനികളാണെന്നുള്ള ഒരു ചിന്തയാണ് കേട്ടോ. അത് വന്നതിൻ്റെ കാരണം എന്ന് പറയുമ്പോൾ സൗദിയിൽ കൂടുതൽ സുഡാനികളാണല്ലോ. ഞാനൊരു ടിപ്പിക്കൽ ചിന്തയാണ് പറയുന്നത്. മലപ്പുറംകാർ അങ്ങനെ വിചാരിക്കുന്നു എന്നല്ല, മനസ്സിലായില്ലേ? വിദ്യാഭ്യാസം ഉള്ളവരൊക്കെയാണ്. എന്താ 10ാം ക്ലാസ്സിലല്ലേ, SSLCയിലല്ലേ മലപ്പുറംകാർ? SSLCയിലാണോ മലപ്പുറം സാക്ഷരത ടോപ്പ് എന്തിലോ? അപ്പോൾ അങ്ങനെ വിചാരിക്കരുത്, ഞാൻ നിങ്ങളെ താഴ്ത്തിയതല്ല. ബട്ട് കേരള Like I had a friend like that from Kerala. Okay. They just graduated the last year. They went back to India. ഓക്കെ. Most of the people they call like the most familiar to the education people are from and intelligent people from Kerala. So I really believe that. ഉത്തരേന്ത്യക്കാരന്മാർ കാണണ്ട. ഇഫ് നോർത്ത് ഇന്ത്യൻ പീപ്പിൾ വിൽ സീ I don't mind. Like I have friends from different location from India, and you know like. But how many Somalian people study here? Here, like, it's not that much, just 4. But the another cities, like, almost How many? 4. Only 4 people. Yeah, most of them they graduate and they went back. But I saw like few Somalian people there. Here, Yeah, in this city, I think there. No, they're from Sudan. No, Sudan I saw many. Yeah. yes, They're like, from we look Sudan, like no. each other. പള്ളിയുടെ അടുത്ത് ക്യാമറ പറ്റൂല എന്ന് പറയുന്നു. പക്ഷേ ക്യാമറ കൊണ്ടുപോയില്ലെങ്കിൽ നിങ്ങളെ കാണിക്കാൻ പറ്റൂലല്ലോ. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ പള്ളിയുടെ ഭാഗം. 2 നിലകളിലായിട്ടാണ്. ഇവിടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും വരാം. ഈ കാണുന്നതാണ് ഇവിടുത്തെ പള്ളി. ഇതാണ് കേട്ടോ പള്ളി. ഇതാണ് ഇവിടുത്തെ റഷ്യയിലെ പള്ളി. ഞാൻ ആക്ച്വലി മുമ്പ് കസാനിൽ വന്നിട്ട് പെരുന്നാൾ ആഘോഷിക്കാനുള്ള ഒരു പ്ലാനുണ്ട്. കസാൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു മുസ്ലിം സിറ്റി എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ഇസ്ലാമിക് സെൻറ്റർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇവിടെ മനോഹരമായിട്ടുള്ള കുറേ ഓർഗനൈസേഷനും കുറേ ആളുകൾക്ക് കൊടുത്തിട്ടുള്ള ഒരു പള്ളിയൊക്കെ ഉണ്ട്. അസ്സലാമു അലൈക്കും. ഓക്കെ. പുള്ളിക്കാരൻ വീഡിയോ എടുക്കരുതെന്ന് റഷ്യ പറഞ്ഞു. അപ്പം എനിക്കത് മനസ്സിലായി. ഞാൻ പാറുസ്കി അറിഞ്ഞൂടാന്ന് പറഞ്ഞിട്ടുള്ള ഇതാക്കി. അപ്പോൾ ഒരു ചക്ക ഓടഞ്ഞ് നോ ക്യാമറ എന്ന് പറഞ്ഞ് ഓടി വന്നു കേട്ടോ. നോ ക്യാമറ അല്ല പറഞ്ഞത്, നോ ക്യാമറ. അപ്പം പിന്നെ അറിയാൻ പറ്റില്ലല്ലോ, ഇംഗ്ലീഷ് അറിഞ്ഞൂടാന്ന് അഭിനയിക്കാൻ പറ്റില്ല. നമ്മുടെ മുസ്ലിയാർ അവിടെ നിന്ന് എന്തൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. ഈ കാണുന്നതാണ് ഇവിടുത്തെ യങ് മുസ്ലിയാരാണ് ഈ പള്ളിയുടെ. ഇതാണ് കേട്ടോ നമ്മുടെ ഈ ഒരു സറൻസ്കിൻ്റെ സെൻട്രൽ മോസ്കാണ് ഈ കാണുന്നത്. സെൻട്രൽ മോസ്കിൻ്റെ ഡീറ്റെയിൽ വല്ലതും അറിയോ? സെൻട്രൽ മോസ്കിൻ്റെ ഡീറ്റെയിൽ അറിയോ നിങ്ങൾ? അതെനിക്കും പറയാൻ അറിയാം, അല്ലാതെ ഒന്നും അറിയില്ല കേട്ടാ. എന്നാൽ ഞാൻ പറഞ്ഞുതരാം. ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട സെൻട്രൽ മോസ്ക്, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇവിടെയാണ് കേട്ടോ. ഇവിടെ 2-3 മോസ്ക് ഉണ്ട്. ഇവിടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വന്ന് നമസ്കരിക്കാം. ഏകദേശം കപ്പാസിറ്റി എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ, അല്ലേ. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ കുറച്ച് ഭക്ഷണം കഴിച്ചിട്ട് റൂമിൽ കിടക്കുവാണ്. പിന്നീട് ഇവരുടെ ഹോസ്റ്റൽ കാര്യങ്ങളിലൊക്കെ പോകണം. ഇവിടെ ആക്ച്വലി ബ്രോ ഇവിടെ എത്ര മലയാളികൾ പഠിക്കുന്നുണ്ട്? 500 മലയാളീസ് പഠിക്കുന്നുണ്ട്, 500 മലയാളികൾ പഠിക്കുന്നുണ്ട്. ഇവരെല്ലാം MBBS തന്നെയാണ് പഠിക്കുന്നത്. എല്ലാവരും MBBS തന്നെയാണ്. അതെന്താ ഇവിടെ വന്ന് പഠിക്കാൻ കാരണം? മലയാളത്തിൽ പറഞ്ഞേ കുഴപ്പമില്ല. ചുമ്മാ നല്ല എഡ്യൂക്കേഷൻ ഉണ്ട്, അഫോർഡബിൾ ആണ്, ഇവർക്ക് എല്ലാ രീതിയിലും കംഫർട്ടബിൾ ആണ് നാട്ടിൽ കമ്പയർ ചെയ്യുന്ന അത് കറക്റ്റ്. കറൻസി വളരെ അതെ വളരെ അഫോർഡബിൾ ആണ് എല്ലാ കാര്യങ്ങളും. നാട്ടിലെന്താ അത് കറക്റ്റാ. നാട്ടില് MBBS പഠിക്കണമെന്നുണ്ടെങ്കിൽ മിനിമം 60 ലക്ഷം മുതൽ 1 കോടി രൂപ വരെ കൊടുക്കണം.
അത് കറക്റ്റാ. അതാണ് എൻ്റെ ഗുജറാത്ത് പാറൂരിലില്ലേ, പാറൂരിൽ 1 കോടിയാണ് കേട്ടോ. എൻ്റെ അമ്മ 1 കോടി ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്ന, ഞാൻ പോയി ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടും. അതിൻ്റെ കിട്ടുന്ന പൈസ കൊണ്ട് ഞാൻ ട്രാവൽ ചെയ്യും കേട്ടോ. അതാണ് എൻ്റെ പ്ലാൻ. ഞാൻ മെഡിസിൻ പഠിക്കാൻ പോകില്ല. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ ഇവിടെ എത്രയ്ക്ക് പഠിക്കാൻ പറ്റും? കുറച്ച് പറഞ്ഞു, ഇങ്ങോട്ട് വന്നു പറഞ്ഞു മൈക്ക്. നീറ്റൊക്കെ എഴുതിയിട്ട് ഒരു 530 മാർക്ക് മുകൾക്കൊക്കെ കിട്ടാന്ന് വെച്ചാൽ അത്രയും മാർക്ക് പഠിച്ചാൽ പോലും 10-60 ലക്ഷം രൂപ വരും നമുക്ക്. 10-60 ലക്ഷം രൂപ, 45 ലക്ഷം രൂപ വരെ എന്ത് വരുന്നുണ്ട്, പിന്നെ നമുക്ക് എക്സ്പെൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആകുമ്പോൾ അതിൻ്റെ ഒരു പകുതി കാശ് എന്ത് ചെയ്യാൻ പറ്റും, നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ പിള്ളേർക്ക് കിട്ടുന്നുണ്ട്. അതാണ് വേറൊരു കാര്യം, ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ. പിന്നെ വേറൊരു വൈബ്, നമ്മളെപ്പോഴും പുറത്തു പോയി പഠിക്കുമ്പോൾ അതിൻ്റെ ഒരു സുഖം വേറെയാണ്. അതായത് പുതിയ കാഴ്ചകൾ, പുതിയ അനുഭവങ്ങൾ, പുതിയ കൾച്ചറുകൾ, പുതിയ ഭക്ഷണങ്ങൾ, അപ്പോൾ അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ യൂറോപ്പിലൊക്കെ പോയാൽ നമ്മൾ പുതിയ ഭക്ഷണം കഴിക്കാൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഭക്ഷണം കഴിച്ചാൽ നമ്മൾ പോക്കറ്റ് കയറും അല്ലേ. പിന്നെ അതനുസരിച്ച് പിന്നെ അവിടെ വല്ല ജോലി ചെയ്താൽ പൈസ കിട്ടും. പക്ഷേ ഇപ്പോൾ പോകുന്ന കുട്ടികൾക്കൊന്നും ജോലിയൊന്നും കിട്ടുന്നില്ല കേട്ടോ. ജോലി പോയ ആളുകളുടെ ജോലി കൊണ്ട് ഇപ്പം ജോലി ഇല്ലാത്ത അവസ്ഥയാണ്. അതാണ് വേറൊരു കാര്യം. അപ്പോൾ എന്തായാലും നമുക്ക് റഷ്യയുടെ ബാക്കി കാഴ്ചകളൊക്കെ കാണാം. റഷ്യയുടെ ഈ ഒരു യൂണിവേഴ്സിറ്റിയെ കുറിച്ചൊക്കെ ഇവർ പറഞ്ഞു തരും. ബ്രോയാണ് കേട്ടോ പറഞ്ഞു തരേണ്ടത്, അതോ റിയാസ് ബ്രോയോ? അൽഹിന്ദ് സ്റ്റഡീസ് ഇവിടെ അവരാണ് കേട്ടോ ഇവിടെ കൊണ്ടുവരുന്നത്, സ്റ്റുഡൻസിനെ കൊണ്ടുവരുന്നത്. അവിടെ പോലീസ് വാനാണ് കേട്ടോ ഈ കാണുന്നത്. കുറേ നേരമായിട്ട് നമ്മൾ എന്തൊക്കെ സംസാരിക്കുന്നുണ്ടൊക്കെ അവിടെ ഇവരുടെ ഒരു ടീം ഉണ്ടായിരുന്നു കേട്ടോ, അവിടെ നിപ്പുണ്ടായിരുന്നു. അപ്പോൾ അൽഹിന്ദ് സ്റ്റഡീസിൻ്റെ റെപ്രസെൻറ്റേറ്റീവുകൾ പറഞ്ഞു തരും കേട്ടോ, നല്ലപോലെ പറഞ്ഞു തരണം കേട്ടോ. കുട്ടികളുടെ ഡൗട്ടെല്ലാം മാറി തരും. വീഡിയോ കാണുന്ന അച്ഛനമ്മമാർക്കൊക്കെ എങ്ങനെ അവരുടെ അതെ അവരുടെ കുട്ടികളെ കാണാൻ വേണ്ടി വന്നതാണ്. സ്വന്തം മക്കളെ പോലെയാണ് കേട്ടോ അവർ കരുതുന്നത്, കുട്ടികളെ കരുതുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന അച്ഛനമ്മമാരൊക്കെ ഈ വീഡിയോ നോക്കി വെച്ചോളൂ. അപ്പോൾ നല്ല വിശപ്പുണ്ട്, ഞാൻ പോട്ടെ. ടാക്സി ബുക്ക് ചെയ്തു. ടാക്സിയിൽ 149 രൂപ കേട്ടോ, അതായത് നമ്മുടെ നാട്ടിലെ 150 രൂപ. പക്ഷേ ഞാൻ നേരത്തെ വന്ന 400 ഇല്ല, ഇവിടെ ടാക്സി അടക്കം നാട്ടിലത്തെ റേറ്റ് മാത്രമേ വരുന്നുള്ളൂ. വളരെ അഫോർഡബിൾ ആണ്. നമ്മൾ വെറുതെ ആ റേറ്റിൽ നമുക്ക് എല്ലാ മോസ്കോ കാട്ടി അഫോർഡബിൾ ആണ്. മോസ്കോ കുറച്ച് മോസ്കോയിൽ കൂടി ഈ റേറ്റേ വരുന്നുള്ളൂ, അതിൽ കൂടുതലൊന്നുമില്ല. വളരെ അഫോർഡബിൾ ആണ്. പിന്നെ ഇവിടെ മെട്രോ ഇല്ല, കാരണം ഇവിടെ ചെറിയ സിറ്റി ആണല്ലോ. അങ്ങോട്ട് നടക്കുമ്പോൾ തന്നെ നമ്മൾ നഗരം ഫുള്ള് നമുക്ക് കാണാൻ സാധിക്കും. നല്ല വിശപ്പ് കേട്ടോ, വയറ് നല്ല വേദന ഉണ്ട്. പിന്നെ ഇവിടെ എല്ലാവർക്കും പട്ടിയുണ്ട് കേട്ടോ, അത് ഇവരുടെ ഒരു യൂറോപ്യൻ കൾച്ചർ, റഷ്യൻ കൾച്ചറിൻ്റെ ഒക്കെ ഭാഗമാണ്. എല്ലാവർക്കും പട്ടിയുണ്ട്. ഷവർമ്മ കഴിക്കാൻ വേണ്ടി നമ്മൾ നടന്നു പോവുകയാണ് കേട്ടോ. അവിടെ ഒരാൾ എന്താ പറയുക, ഷവർമ്മ കാണിക്കാൻ വേണ്ടി നടന്നു പോവാണ്. വീഡിയോയിൽ കാണിക്കുക എന്ന് ഭയങ്കര ആരാന്തോ കേട്ടോ, വീഡിയോയിൽ കാണിക്കരുതെന്ന് കേട്ടോ. പോണണ്ട ഒന്ന് നോക്ക്, നിങ്ങളെ യൂണിവേഴ്സിറ്റി നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ഈ കാണുന്നതാണ് കേട്ടോ ഇവരുടെ യൂണിവേഴ്സിറ്റി. ഈ കാണുന്നതാണ് ഇവിടുത്തെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള യൂണിവേഴ്സിറ്റിയുടെ പേരെന്താ ബ്രോ? മോർഡോവയ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി, MSU എന്ന് പറയുമ്പോൾ 2 യൂണിവേഴ്സിറ്റി ഉണ്ട്. ലോകത്തിലെ 2 MSU യൂണിവേഴ്സിറ്റി ഉണ്ട്. അതിലൊന്ന് നമ്മുടെ ഗുജറാത്തിലെ വഡോദരയിലെ MSUയും പിന്നെ രണ്ടാമത് വരുന്നത് സറാൻസ്കിലെ MSU ആണ് കേട്ടോ. അതാണ് ലോകത്തിലെ 2 MSUവിൽ ഒന്നാണ് ഈ കാണുന്നത്. എന്താ പ്രത്യേകത? ഇപ്പോൾ റഷ്യയുടെ വിഷയം തന്നെ, റഷ്യയിൽ 2 രീതിയിലുള്ള യൂണിവേഴ്സിറ്റി ഉണ്ട്. നാഷണൽ റിസർച്ച് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ട്. ഇങ്ങോട്ട് അടുത്ത് നിന്ന് പറഞ്ഞോ മൈക്ക. സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി എന്ന് വെച്ചാൽ ഞാൻ എടുക്കണത് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസിനാലും ഓരോ സ്റ്റേറ്റിലേക്കും ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടായിരിക്കും. ഓരോ സ്റ്റേറ്റിലും ഒരു യൂണിവേഴ്സിറ്റി. കസാൻ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ട്. പിന്നെ മാരിലാൻഡ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി. അതായത് നമ്മുടെ നാട്ടിലെ തിരുവനന്തപുരത്തെ ഓരോ മെഡിക്കൽ കോളേജുകളില്ലേ, ജില്ലകൾ പോലെ ഇവിടെയും അതുണ്ട്. എല്ലാ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ്, കണ്ണൂർ മെഡിക്കൽ കോളേജ്, അങ്ങനെയുള്ള സംഭവം. അതുകൂടാതെ രണ്ടാമത്തെ വെച്ചാൽ നാഷണൽ നല്ല തണുക്കുന്നത് കേട്ടോ, നാഷണൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അത് നമ്മള് പറയില്ലേ, നമ്മളെ NIT, IIT ഒക്കെ പറയില്ലേ, അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. നാഷണൽ റിസർച്ച് യൂണിവേഴ്സിറ്റി കേരളത്തിനകത്ത് ഒരു റിസർച്ച് യൂണിവേഴ്സിറ്റിയിൽ ഒന്നുള്ളത് പിന്നെ നമ്മളെ RCC തിരുവനന്തപുരത്താണ് കേരളത്തിലെ. അതായത് റിസർച്ച് ചെയ്യാൻ പറ്റുന്ന, അതായത് ഇപ്പോൾ കോവിഡ് വാക്സിന് അങ്ങനെ പല വാക്സിനുകൾ അല്ലെങ്കിൽ ഇങ്ങനെ റിസർച്ച് ചെയ്യാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റികൾ വളരെ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ റിസർച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു 40 യൂണിവേഴ്സിറ്റികൾ എന്തോ ഉണ്ടല്ലേ ഈ റഷ്യയിൽ. അതിലെത്ര റിസർച്ച് ചെയ്യാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റി ഉണ്ട്? അതിനകത്തുള്ള ഒരു യൂണിവേഴ്സിറ്റി നാഷണൽ റിസർച്ച് യൂണിവേഴ്സിറ്റിയാണ് ഈ 40-ലല്ല, 40-ൽ കുറച്ച് യൂണിവേഴ്സിറ്റികൾക്ക് നാഷണൽ റിസർച്ച് പദവിയുള്ളൂ. ആ പദവിയുള്ളതിൽ ഒരു യൂണിവേഴ്സിറ്റിയാണ് നമ്മുടെ അവിടെ കാണുന്നത്. അത് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നില്ല, അതാണ്ട് ഇവിടെ നിന്ന് കാണാൻ പറ്റില്ല, തൊട്ടപ്പുറത്താണ് കേട്ടോ, ആകാശത്താണ്. റോഡിൻ്റെ അപ്പുറത്ത് ക്രോസ് ചെയ്യണം. അത് കുഴപ്പമില്ല, ഞാൻ പിന്നീട് കാണിച്ചു തരാം. നമുക്കിനി ഭക്ഷണം കഴിക്കാൻ പോവാം. വാ.
ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ബീഫ് ആണ്ടെ ഒരു കാളയുടെ പടമുള്ള ഒരു ഭക്ഷണ സെൻ്ററാണ്. ഹലാൽ ഭക്ഷണമാണ് കേട്ടോ. ഇവിടെ ഹലാലും ഹറാമും എന്ത് ഭക്ഷണം വേണമെങ്കിലും കിട്ടും. അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. നമുക്ക് അകത്തോട്ട് ഹലോ ഹൗ ആർ യു? ഇവിടെ വേണ്ടേ നല്ല അടിപൊളി സ്വീറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമുള്ള ഇവരുടെ ഇതെനിക്കൊന്ന് തുർക്കിഷാണോ? തുർക്കിഷ് അല്ല, പക്ക. ഞാൻ നടന്ന് എല്ലായിടത്തും എന്താ തോട്ടോ, ഞായറാഴ്ച ആയതുകൊണ്ടാണ്, പെരുന്നാളായതുകൊണ്ടല്ല, ഞായറാഴ്ച ആയതുകൊണ്ട് പല കടകളും തുറന്നിട്ടില്ല, പല കടകളും തുറക്കുന്നേ ഉള്ളൂ. ഈ കാണുന്നത് ഇവിടുത്തെ മാർക്കറ്റാണ്. അതായത് നമ്മുടെ നാട്ടിലെ ചന്തയില്ലേ, നമ്മുടെ നാട്ടിലെ ചന്തയുടെ ഒരു നല്ലൊരു വെർഷനാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ശീതീകരിച്ചെന്ന് പറയാൻ പറ്റില്ല, തണുപ്പായതുകൊണ്ട് ഇവിടെ AC ഒന്നും വേണ്ട. അപ്പോൾ അത്യാവശ്യം നല്ല വൃത്തിയും നീറ്റായിട്ടുള്ള മാർക്കറ്റാണ് കേട്ടോ. പിന്നെ വിലയും ഭയങ്കര വിലയൊന്നുമില്ല. ഇവിടെ തന്നെ മലയാളികളാണ് കേട്ടോ ബീഫ് വാങ്ങാൻ വേണ്ടി വന്നിരിക്കുന്ന കാഴ്ചയാണ്. അതായത് ഉച്ചയ്ക്ക് പെരുന്നാളിന് ബിരിയാണി വെക്കാനുള്ള കാഴ്ചയാണ് കേട്ടോ. അതുകൊണ്ട് അവിടെ കച്ചവടം നടക്കുവാണ്. അങ്ങനെ കുറേ സ്റ്റാളുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഫ്രൂട്ട്സിൻ്റെത്, കൊച്ചുള്ളി കേട്ടോ. എൻ്റെ അമ്മോ, ഇവിടെ ചെറിയ ഉള്ളി വരെ കിട്ടും. അത് അടിപൊളിയാണല്ലോ. കൊച്ചുള്ളി കിട്ടുന്ന രാജ്യം ആകെ വളരെ ലോകത്ത് വിരളിൽ എണ്ണാൻ പറ്റുന്ന രാജ്യത്തെ ഈ കൊച്ചുള്ളി കിട്ടുള്ളൂ. പക്ഷെ അത് ഞാനിവിടെ കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ സവാള, പിന്നെ ഇത് നമ്മുടെ സെൻട്രൽ ഏഷ്യയിലെല്ലാം പോയാൽ ഇതുപോലുള്ള മാർക്കറ്റൊക്കെയാണ് കേട്ടോ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ നല്ല അത്യാവശ്യം നല്ല ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ കിട്ടുന്നുണ്ട്. നമ്മുടെ ബ്രോക്കോളിൻ, മുന്തിരികൾ, അനാറ്, അങ്ങനെ അടിപൊളി കേട്ടോ. പിന്നെ ഈ കാണുന്നത് ഇത് ഇവിടുത്തെ റഷ്യക്കാരും ഇവരൊക്കെ ഈ പംകിൻ സീഡ്സും ഇങ്ങനത്തെ സീഡ്സൊക്കെ അവർ ധാരാളം കഴിക്കും. പിന്നെ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സും സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. ഇതിനൊക്കെ വില എത്ര? ഇത് 69 എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ 69ആണ്. പക്ഷേ ഇത് ഇത്രയത്തിനാണോ എന്ന് അറിയില്ല. ഇത്രയത്തിനാണെങ്കിൽ ലാഭമാണ്. ഇതല്ല കേട്ടോ, 99. എനിക്ക് തോന്നുന്നില്ല 99 രൂപയ്ക്ക് ഇത്രയും കിട്ടുമെന്ന് അറിയില്ല. ഇതാ എന്തൊക്കെയുണ്ട്. ഹലോ, ഇവിടെ നമ്മുടെ സോസേജും സംഭവങ്ങളൊക്കെയാണ് അവരിവിടെ വിൽക്കുന്നത്. താണ് നമ്മുടെ മാർക്കറ്റിൻ്റെ പുറം ഭാഗം. മാർക്കറ്റിൻ്റെ പുറത്തുനിന്ന് നോക്കിയാൽ നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ഗോപുരം കാണാം. നമ്മൾ ഒരു ബീഫിൻ്റെ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല വിശപ്പ്. ഇവിടെ എല്ലാം 10 മണിക്കാണ് കേട്ടോ. ഞായറാഴ്ച കൂടെ ആയതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ടാണ് എല്ലാം ഓപ്പൺ ചെയ്യുന്നത്. ഒരു പുച്ചക്കാരനായിട്ടുള്ള ഒരു ടാക്സി ഡ്രൈവറിൻ്റെ കൂടെ വന്ന് നമ്മൾ ഇവിടെ ഇറങ്ങി കേട്ടോ. പുള്ളി എന്ത് അഹംഭാവമാണ് കേട്ടോ. അതായത് ഒന്ന് ഫ്രണ്ട് ഡോർ ഇങ്ങനെ പൂട്ടിയിട്ടേക്കുവാണ്, എന്നിട്ട് മൈൻഡ് പോലും ചെയ്യുന്നില്ല. അതെ, നമ്മൾ കണ്ട ഇവരുടെ ഹോട്ടലിലോട്ട് വന്നാണ്, ഹോട്ടൽ ഒളിമ്പിയ. നിങ്ങൾ ലക്ഷറീസ് ഹോട്ടല്, നമ്മൾ പാവപ്പെട്ടവൻ്റെ അപ്പാർട്ട്മെന്റിൽ കേട്ടോ. എന്താ ആര് വന്നാ? പാരൻസ് വന്നാലേ? ഓ, ലക്ഷറി ഹോട്ടലിലാണല്ലേ. അവിടെ ഒരാള് തള്ളി, ഇവിടെ ഒരാൾ ആ തള്ളലി പൊളിച്ചു കേട്ടോ. ആ, നാട്ടിലും കറക്റ്റ് തന്നെ. എന്താണ്ടേ ഇവിടെ ഓയല്ല, ഇവിടെ ഓയോട് ആവശ്യമില്ല. അതാണ് വേറൊരു കാര്യം. ഇത് റഷ്യൻ കൾച്ചറാ. 2300. നമ്മൾ അപ്പാർട്ട്മെന്റാ. നല്ല രസം. അപ്പാർട്ട്മെന്റ് നല്ല രസം അല്ലേ? ആ, കുഴപ്പമില്ല. ഒറ്റ റൂം, സ്റ്റുഡിയോ ബെഡ്റൂം അല്ല, സോറി, അപ്പാർട്ട്മെന്റാ. 1 BHK ആയിട്ടുള്ളത്. ഇവിടെ നമുക്ക് കോഫി എന്തൊക്കെയാണ് ഇവിടെ നമുക്ക് എൻട്രൻസ് ഉണ്ട്. ഇതാണ് കേട്ടോ ഒളിമ്പിയ. പിന്നെ നമ്മുടെ റാഡിസൺ ബ്ലൂ ഞാൻ ഇന്നലെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. റാഡിസൺ ബ്ലൂ കണ്ടോ? റാഡിസൺ ബ്ലൂ ഇത്രയേറായിട്ട് ഞാൻ പുറത്ത് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ഹോട്ടലിൽ പോയിട്ട് ഹോട്ടലിൽ കാണിച്ചു തന്നില്ലല്ലേ, സോറി, ഞാൻ മറന്നുപോയി. ഇവരുടെ റൂമൊക്കെ അലങ്കോലായിട്ട് കിടക്കുന്നതുകൊണ്ട് ഇവർ കാണിക്കാത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത ടാക്സി കയറി ഇനി എൻ്റെ വീട്ടിലോട്ട് പോയിട്ട് ഞാനേ ഇന്നലെ എന്തോ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴേ ഞാൻ പറയാ നമ്മുടെ വീടെന്ന് കേട്ടോ. അപ്പോൾ അവളെ ഏത് നമ്മളെ വീട് പെട്ടെന്ന് അവിടെ ഒരു ദിവസത്തേക്ക് ഹോട്ടലിൽ ബുക്ക് ചെയ്തപ്പോൾ അത് നമ്മളെ വീടൊക്കെ ആയി. പക്ഷേ ആ സ്ഥലം, റൂം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ നല്ലപോലെ കാണിച്ചിട്ടുണ്ട്. ആ റൂം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്നും അവിടെ തന്നെ സ്റ്റേ ആണെന്ന് വിചാരിച്ചു. ഒന്ന് സിറ്റിക്ക് പുറത്തല്ല, സിറ്റി തന്നെ വളരെ ചെറുതാണ്. അപ്പം എല്ലാം കൺവീനിയൻ്റ് ആണ് കേട്ടോ, ഭയങ്കര. അങ്ങനെ എൻ്റെ വീട്ടിലോട്ട് വന്നാണ്. എൻ്റെ വീട്ടിലോട്ട് സ്വാഗതം. വാ. ഇവിടെ കണ്ടില്ലേ, ഇവിടെ കൊടുത്താൽ മതി. ഇതൊന്നും ഞാൻ ഇന്നലെ കാണിച്ചു തന്നില്ല. അപ്പോൾ തുറക്കും. വെൽക്കം ടു ഊട്ടി, നൈസ് ടു മീറ്റ് യു. ഞാൻ നിങ്ങൾക്ക് ഇന്നലെ അകം മാത്രമേ കാണിച്ചു തന്നുള്ളൂ. ഞാൻ പുറം കാണിച്ചു തരാം. ഇത് ആക്ച്വലി അപ്പാർട്ട്മെൻ്റ് ആണ് കേട്ടോ. ഇവരുടെ കുറച്ച് വെബ്സൈറ്റുകളുണ്ട്. നമ്മുടെ സെൻ ഹോസ്റ്റൽ,
സെൻ ഹോട്ടൽ അങ്ങനത്തെ കുറച്ച് വെബ്സൈറ്റിൽ മാത്രമേ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം റഷ്യയിൽ അറിയാമല്ലോ, റഷ്യയിൽ നമ്മുടെ കാർഡൊന്നും എടുക്കില്ല. കാരണം സാങ്ഷൻസ് ഉള്ളതുകൊണ്ട് കുറേ ഇതുണ്ട്. ഈവൻ മെക്ഡൊണാൾഡ്സ് ഇതൊക്കെ പോലും അവർ മെക്ഡൊണാൾഡ്സിൽ നിന്ന് മാറ്റി വേറെ സംഭവത്തിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് കോഡിന് പകരം ഈ സാധനം കൊടുത്താൽ മതി. എമ്മി അവിടെ എന്താണോ എന്തോ ഉറക്കമാണോ എന്തോ എനിക്കറിയില്ല. അവിടെ നമ്മളിനി ഇവരുടെ മലയാളികളുടെ ഹോസ്റ്റലിലോട്ട് പോവാണ്. ഇവരെന്നെ ഹോസ്റ്റലിലോട്ടൊക്കെ കൊണ്ടുപോയി കാണിക്കുകയാണ്. നിങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ നല്ല തവള ഷൂസുമായിട്ട് ഇട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. തവളയായിട്ട് ഇന്നലെ തൊട്ട് ഞാൻ പറയാം. അത് അവളുടെ മോഡലാ. വെയിറ്റ് കണ്ടില്ലേ ഇത് കണ്ടില്ലേ, ഇതാണ് കേട്ടോ ഇവളുടെ പുതിയ കെട്ടലാണ് കേട്ടോ. അവളുടെ ഷൂസ് കെട്ടുന്ന സ്റ്റൈൽ കണ്ടില്ലേ. നോക്ക്, തവള നടക്കുന്ന പോലെയാണ് നടക്കുന്നത്. നമ്മൾ ഇവരുടെ ഹോസ്റ്റലിലോട്ട് വന്നിട്ടുണ്ട്. ഈ കാണുന്നതാണ് കേട്ടോ ഇവരുടെ ഹോസ്റ്റല്. RBXON മനസ്സിലാവുന്നല്ലോ. വെൽക്കം. ഞാൻ എമിയെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഹോസ്റ്റൽ കാണിക്കാൻ. എമി എൻ്റെ അടുത്ത് ചോദിക്കുവാണ് ഞാൻ എന്ത് ചെയ്യണമെന്ന് അല്ലേ. ഞാൻ പറഞ്ഞു നീ എന്നെ ഫോളോ ചെയ്താൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യാനില്ലെന്ന്. ഇവിടെ ഹോസ്റ്റലിലോട്ട് വന്നിട്ടുണ്ട്. ഞാനങ്ങനെ ഇവരുടെ ഹോസ്റ്റലിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. ആക്ച്വലി ഈ കാണുന്നത് ഇവർക്ക് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ ഹോസ്റ്റലുണ്ട്. പിന്നെ ഈ കാണുന്നത് ഇവരുടെ ഏജൻസികൾ കൊണ്ടുവരുമ്പോൾ, അതായത് ഇവരെ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കാനായിട്ട് കൊണ്ടുവരുമ്പോൾ ഇവർ ആദ്യം കൊടുക്കുന്ന ഒരു ഹോസ്റ്റലാണ് കേട്ടോ. ഈ കാണുന്നതെന്ന് പറയുമ്പോൾ ഇവരുടെ ലഗേജൊക്കെ കീപ്പ് ചെയ്യാനും സംഭവങ്ങളാണ്. ഇവിടെ ഒരു റിസപ്ഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ദാണ്ട് ഈ കാണുന്നതെല്ലാം നമ്മളെ റൂമുകളാണ് കേട്ടോ. അതായത് മുമ്പെന്ന് പറയുമ്പോൾ നമ്മുടെ 2018 ഇവിടെ ഫിഫ നടന്നില്ലേ, ആ ഒരു സമയത്ത് ഈ കാണുന്ന റൂമുകൾ അന്നത്തെ വോളണ്ടിയർസിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി ഇവർ കൊടുത്തിരുന്നു. ഇവിടെ ഒരു ഇൻഫർമേഷൻ ഇത് കണ്ടില്ലേ, ഫ്രെസ്കോ ഹോസ്റ്റൽ എന്നാണ് കേട്ടോ ഈ കാണുന്ന ഹോസ്റ്റലിൻ്റെ പേര്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ മെസ്സ് കാണിച്ചു തരാം. മെസ്സും പിന്നെ ഇവിടുത്തെ റൂമും സംഭവങ്ങളൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് മെസ്സിൻ്റെ ഭാഗം കാണിച്ചു തരാം. ആക്ച്വലി ഇവിടെ കുറേ കുട്ടികൾ ഓൾറെഡി വന്നിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഫുള്ള് കണ്ടില്ലേ എന്നതാണ് കേട്ടോ. അതായത് നമ്മുടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ്. ഇന്ത്യൻ ഭക്ഷണം എല്ലാം തന്നെ ഇവിടെ കിട്ടും. അതുകൊണ്ട് ഞായറാഴ്ച അവർ ചിക്കൻ ബിരിയാണിയൊക്കെ ഇരുന്ന് കഴിക്കുന്ന കാഴ്ചയാണ് കേട്ടോ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ അതുകൊണ്ട് അവിടെ നമ്മൾ പോയി ഭക്ഷണം എടുത്ത് അവർ എന്താ പറയുക സെൽഫായിട്ട് കൊണ്ടുവന്ന് കഴിക്കാനുള്ള സംവിധാനമുണ്ട്. ഇതിൻ്റെ ഇടയിൽ തന്നെ 2-3 കുട്ടികൾ ഞാൻ പോയപ്പം പാത്രത്തിൽ ആപ്പിളും ഫ്രൂട്ട്സൊക്കെ കൊണ്ട് റൂമിലോട്ട് കൊണ്ടുപോകുന്ന കാഴ്ച കണ്ടു. നല്ല രസമുണ്ട് കേട്ടോ. കുറേ പേരുണ്ട് കേട്ടോ, നമ്മുടെ സൗത്ത് ഇന്ത്യൻസ് കുറേ പേരുണ്ട് കേട്ടോ. ഈ ഒരു ഹോസ്റ്റലിൻ്റെ ബസ്സിലല്ല ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ വീഡിയോ വീണ്ടും കണ്ടപ്പോഴാണ് കേട്ടോ. ഇന്ത്യൻ റെസ്റ്റോറൻ്റ് അല്ല, നമ്മുടെ ഹോസ്റ്റലിൻ്റെ ഭാഗത്തുള്ള അവരുടെ ഹോസ്റ്റലിൻ്റെ മെസ്സാണ്. ഇതാണ്ട് തൊട്ടടുത്തായിട്ടാണ് അവരുടെ റൂമുകളും സംഭവങ്ങളും. ആൺകുട്ടികളും പെൺകുട്ടികളും, പെൺകുട്ടികൾക്ക് താഴെയും പിന്നെ ആൺകുട്ടികൾക്ക് മുകൾ ഭാഗത്തും. പിന്നെ അവിടെ വാർഡനൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട് കേട്ടോ, നല്ല ഭക്ഷണവും കാര്യങ്ങളുണ്ട്. പിന്നെ ഇവർക്ക് 2 ദിവസം, ഒരാഴ്ചയിൽ 2 ദിവസം നോൺ വെജ്, പിന്നെ വെജിറ്റേറിയൻ, പിന്നെ ഞായറാഴ്ച ചിക്കൻ ബിരിയാണി, അങ്ങനത്തെ കുറേ സംഭവമൊക്കെ ഉണ്ട്. നമുക്ക് വാർഡനും ഇവരുടെ റിസപ്ഷൻ ഏരിയ ഇതൊക്കെയാണ് കേട്ടോ. അതായത് പുള്ളിക്കാരി 24 മണിക്കൂർ ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. അത്യാവശ്യം സുരക്ഷയൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ആളുകളെല്ലാവരും പാത്രം കൊണ്ട് പോകുന്ന കാഴ്ചയാണ്. പിന്നെ നമുക്ക് ഇതാണ്ട് ഇവിടെ നമുക്ക് ലോണ്ട്രി സർവീസ് ഉണ്ട്, പെയ്ഡ് സർവീസും പിന്നെ അല്ലാത്ത എന്തോ സർവീസൊക്കെയാണ്. ഈ കാണുന്നതാണ് കേട്ടോ ഇവിടുത്തെ ലോണ്ട്രി സർവീസ്. അവിടെ കുറേ കുട്ടികൾ അവരുടെ തുണിയൊക്കെ കഴുകിയിട്ടേക്കുന്നതും അതാണ്ട് തുണി കഴുകുന്ന കാഴ്ചയും പിന്നെ അങ്ങനത്തെ ഒരു സംഭവമൊക്കെയാണ് കേട്ടോ. ഇനി നമുക്ക് റൂമിലോട്ട് പോകാം. എവിടെയാ റൂം എവിടെയാ? ഈ കാണുന്നതെല്ലാം ഇവരുടെ ബാത്റൂം ഏരിയകളാണ്. അങ്ങോട്ടൊക്കെ ഇവരുടെ വാഷ്റൂമും സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. ഗേൾസിൻ്റെ സെക്ഷൻ വന്നു. ഒരു ആന്ധ്ര പെൺകുട്ടി കണ്ടില്ല, അവളുടെ മുടി നോക്കിക്ക്. എൻ്റെ അമ്മോ, റഷ്യൻ വെള്ളത്തിലാണോ ഇവള് കുടിക്കുന്നത്? നീ അപ്പോൾ ഇവിടെ റിസപ്ഷനിലുള്ള ഒരു ചേച്ചിയുണ്ട്, നമസ്തേ പറയാമെന്ന് പറഞ്ഞിട്ട് പറ്റിച്ചിട്ടുണ്ട്. നമുക്ക് ഗേൾസിൻ്റെ സെക്ഷൻ കാണിച്ചു തരാം കേട്ടോ. ഗേൾസിൻ്റെ ഹോസ്റ്റൽ ഭാഗത്തൊക്കെ അതായത് അവരുടെ പ്രത്യേകമായിട്ടാണ് കേട്ടോ. ഇപ്പോൾ ബോയ്സിൻ്റെ ഹോസ്റ്റൽ ഒരു ഭാഗത്ത്, പിന്നെ ഗേൾസിൻ്റെ വേറൊരു ഭാഗത്ത് അവരുടെ റൂമുകളൊക്കെയാണ്. ഒരു റൂമിൽ 4 പേരൊക്കെയാണ് ഇവിടെ ഷെയർ ചെയ്താക്കുന്നത്. ഇതിൻ്റെ ഫീ എല്ലാം കൂടെ അവർ അടച്ചിട്ടാണ് ഇവിടെ വന്നിട്ട് ഇവർക്ക് ഓൾറെഡി ഇവർ അഡ്മിഷൻ എടുക്കുമ്പോൾ തന്നെ ഇവരുടെ റൂം എല്ലാം ഓൾറെഡി പ്രീ ബുക്ക്ഡ് ആണ്. ഇവിടെ സ്റ്റേ ചെയ്യാൻ തന്നെയാണ് സജസ്റ്റ് ചെയ്യുന്നത്. കാരണം പുതിയൊരു കൺട്രി വന്നിട്ട് ഇതൊന്നും ശരിയായിട്ടില്ലെങ്കിൽ അവർക്ക് കുറെ കൺഫ്യൂഷൻ ഉണ്ടാവും. സോ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് ഇവിടെ നിൽക്കും 1 ഇയർ, എന്നിട്ട് നിങ്ങൾ 2nd or 3rd ഇയറോ നിങ്ങൾക്ക് ഫ്രണ്ട്സിനെ ഉണ്ടാക്കാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും മൂവ് ഔട്ട് ചെയ്യാം. അതായിരിക്കും ഏറ്റവും കംഫർട്ടബിൾ. അതെ, കാരണം ഇവിടെ ആകുമ്പോൾ നമുക്ക് ഭക്ഷണത്തിന് ഭക്ഷണം എന്താ പറയുക എല്ലാം ഉണ്ട് കേട്ടോ. തൊട്ടടുത്ത് ബാങ്ക് കാര്യങ്ങൾ, പിന്നെ സ്റ്റുഡൻസ്, പിന്നെ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടിയായിട്ടുള്ള ആളുകൾ.
ഞാൻ എന്തോ ആലോചിച്ച് ചിരിച്ചോയി ഇനി പറഞ്ഞോ. അല്ല ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഇയർ ആയതുകൊണ്ടേ ഈ പിന്നെ നമ്മളൊരു പ്ലസ് ടു കഴിഞ്ഞിരിക്കുന്ന പിള്ളേരാണെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ പിള്ളേരെ പോലെ പ്ലസ് ടു കഴിഞ്ഞ പിള്ളേർക്ക് കുറച്ച് അവരൊന്ന് സേഫ് ആക്കാൻ വേണ്ടിയിട്ടാണ്. കറക്റ്റാ, അവര് ആ ഒരു പക്വത കുറവ് ആദ്യമായിട്ട് മറ്റൊരു രാജ്യത്ത് വരുമ്പോ എങ്ങനെ അത് മാനേജ് ചെയ്യണോന്നൊക്കെ ഭയങ്കര പാനിക്കായിരിക്കും. പാരന്റ്സ് ഭയങ്കര പാനിക്കായിരിക്കും കുട്ടികളുടെ കാര്യത്തിൽ. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ഒരു ഹോസ്റ്റലിൽ കാര്യങ്ങൾ ഫുഡ് അവർക്ക് നാട്ടിൽ മിസ് ആവാത്ത എല്ലാ കാര്യങ്ങളും ഇവിടെ സെറ്റ് ചെയ്യും. നമ്മളെ പറ്റുന്ന രീതിയിൽ മാക്സിമം സെറ്റ് ചെയ്യും. ഇത് ഇവർക്ക് നമുക്ക് എന്താ പറയുക പ്രൈവറ്റ് ആയിട്ട് വന്നിരുന്ന് എന്താ പറയുക എന്തെങ്കിലും പഠിക്കാനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു സ്റ്റഡി ഏരിയയും അല്ലെങ്കിൽ ഒരു സിറ്റിംഗ് ഏരിയയൊക്കെയാണ് കേട്ടോ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഈ കീയിൽ എന്തോ ഒരു സാധനം ഉണ്ട് കേട്ടോ, അവൾ എർത്തടിച്ചു. ഇതെന്താ സംഭവം? നെക്കിയാല് അത് എർത്തടിക്കും കേട്ടോ. ഇല്ല, ഹൽഹിന്ദിന്റെ പ്രൊമോഷന് വേണ്ടി എന്റെ ഫ്രണ്ടിനെ മോഡൽ ആക്കുവാണ് കേട്ടോ. യു ടേക്ക് മണി ഫ്രോം ദം. ഓക്കെ, അനാട്ടമി പൈസ എടുക്കുന്ന എന്നെ അടിക്കണ. Oh no. Oh no. You just act like you are reading. Yeah, stay read, you know. I can't read it. No, you look there. It's okay. ആക്ച്വലി നമുക്കിവിടെ റെഫ്രിജറേറ്റർ ഒക്കെ ഉണ്ട് കേട്ടോ. അതായത് നമുക്ക് നമ്മുടെ സാധനം സ്പെഷ്യലി ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്റ്റുഡൻസിന് ഇവിടെ വന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ അവർക്ക് അവരുടേതായിട്ടുള്ള സാധനങ്ങൾ വെക്കാൻ തോണ്ടേ അതിലെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഭാരതി, കശീഷ്, അങ്ങനെ അവരവരുടേതായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആവശ്യമുള്ള കുട്ടികൾക്ക് അവരുടെ സാധനങ്ങൾ ഇവിടെ ഐസ്ക്രീം മാത്രം വെക്കാൻ പറ്റും. അങ്ങനത്തെ റെഫ്രിജറേറ്റർ ഒക്കെ ഉണ്ട്. ആവശ്യമുള്ള സാധനങ്ങളും നമുക്കൊന്ന് വെക്കാം കേട്ടോ. എന്നിട്ട് ആവശ്യമുള്ള സമയത്ത് എടുത്തുകൊണ്ട് പോവാം. അല്ലെങ്കിൽ വേറെ ആൾക്കാരുടെ സാധനം എടുക്കല്ലോ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു കുട്ടി വന്ന് ഒരു പാലെടുക്കുന്നു. പുള്ളിക്കാരി ദാന്ന് പറഞ്ഞ് ഫ്രിഡ്ജിൽ സാധനം വെച്ചിട്ട് ദാന്ന് പറഞ്ഞ് ഓടിയാട്ടോ. മലയാളി പെൺകുട്ടികളൊക്കെയാണ് കേട്ടോ പോകുന്നത്. ഹായ് പറയാൻ പറഞ്ഞിട്ട് പറയുന്നില്ല. പിന്നെ ഇവർ ഉഗാദി ഫെസ്റ്റിവൽ ഇതാണ്ട് ഇവിടെ ഉഗാദിയുടെ ഭാഗമായിട്ട് അവർ കുറേ ഡ്രസ്സൊക്കെ ഇട്ട് നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു റൂം കാണിച്ചു തരാം കേട്ടോ. ഇവിടുത്തെ സ്റ്റുഡൻസിൻ്റെ റൂമാണ്. ഇതൊക്കെയാണ് കേട്ടോ ഇവരുടെ ഹോസ്റ്റൽ മുറികൾ ക്രമീകരിച്ചിരിക്കുന്ന ഈ ഒരു രീതിയിലാണ്. നമ്മുടെ ഹോസ്റ്റലിൽ വന്നപ്പോൾ എനിക്ക് എൻ്റെ ഗുജറാത്തിലെ ഹോസ്റ്റൽ കാലങ്ങളാണ് കേട്ടോ. അതുകൊണ്ട് ഇവർക്ക് ആക്ച്വലി 1, 2, 4 പേരാണ് കേട്ടോ ഒരു റൂമിൽ. ഈ ഒരു റൂമിൽ ഷെയർ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ 4 പേരാണ്. 1, 2, 3, 4 അവർക്ക് 2 സ്റ്റഡി ടേബിൾ. പിന്നെ ഇതൊക്കെയാണ് കേട്ടോ. അത്യാവശ്യം നല്ല റൂമും നല്ല ഫെസിലിറ്റീസ് കാര്യങ്ങളെല്ലാം അത്യാവശ്യം തന്നെ ഉണ്ട് കേട്ടോ. വാഷ്റൂം സംഭവമൊക്കെ ഇതാണ് കേട്ടോ. ഇവർക്ക് വാഷ്റൂം അത്യാവശ്യമുള്ള വാഷ്റൂം സംവിധാനങ്ങൾ കൊള്ളാം കേട്ടോ. ആക്ച്വലി ഇത് മാത്രമല്ല, പക്ഷേ ഇവർക്ക് കോമൺ ആയിട്ടുള്ള ഒരു വാഷ്റൂം ഉണ്ട് കേട്ടോ. ഞാൻ പോയി യൂസ് ചെയ്തായിരുന്നു. കോമൺ ആയിട്ടുള്ള ഒരു വാഷ്റൂം ഉണ്ട്. പിന്നെ അല്ലാതെ ഇവരുടെ സെപ്പറേറ്റ് ആയിട്ടുള്ള വാഷ്റൂമാണ് ഇവിടെ കണ്ടത്. ഫുള്ള് ഇതാ മേക്കപ്പ് സെറ്റാണെന്ന് എൻ്റെ അമ്മ. പെൺകുട്ടികൾ ഫുള്ള് മേക്കപ്പ് സെറ്റാ. ബ്യൂട്ടി പാർലറാണ് കേട്ടോ. ഒരു മിനി ബ്യൂട്ടി പാർലറാണ്. ഒരു പൂന്തറക്കാരി ഉണ്ട് കേട്ടോ. പൂന്തറക്കാരി ഇങ്ങോട്ട് വാ. ആരാ? അച്ഛനെയൊക്കെ നമ്മൾ പറയാം അച്ഛാ മോള് പറ. അച്ഛൻ്റെ അടുത്ത് പറയുന്നതായിട്ട് പറ. അച്ഛൻ്റെ അടുത്ത് സുഖാന്വേഷണം ഇതിലൂടെ അറിയിച്ചോ. പറ. കുഴപ്പമില്ല. പറ, ഈ ഹോസ്റ്റലിലെ അഭിപ്രായമൊക്കെ എങ്ങനെയാണ്? പഠനമൊക്കെ എങ്ങനെയുണ്ട്? കോളേജിലെ പഠനമല്ല എഡ്യൂക്കേഷൻ പറയുകയാണെങ്കിൽ അതിനാണ് വന്നെങ്കിൽ ഓക്കെയാണ്. വർഷമായി ഇപ്പൊ? ഇപ്പൊ വന്നിട്ട് ഇവിടെ 8 മാസമായിട്ടുള്ളൂ. ക്ലൈമറ്റ് വൈസ് ബാക്കി പഠനം അക്കാഡമിക്സ് ഒക്കെ വൈസ് എങ്ങനെയാണ്? വിന്റർ ആയിരുന്നു. ഇപ്പൊ വിന്റർ കഴിഞ്ഞു. വിന്റർ ആവുമ്പോ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. കാരണം നാട്ടിൽ മാറി 8 മാസമല്ലേ, അത് കുറച്ച് മാറിക്കോളൂ. ഇപ്പൊ ഏകദേശം മാറി വന്നല്ലോ. ഇപ്പൊ എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. ഇതിന് മുന്നേ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. വിന്റർ ആയതുകൊണ്ട് പൂന്തറയിലെ ചൂടനുസരിച്ച് ഇവിടെ ബെറ്റർ അല്ലേ? പൂന്തറയില് ആവിയാണ് അടിക്കുന്നത് അവിടെ. അല്ലല്ല. പിന്നെ വേറെന്താ പറയാനുള്ളത്? അടിപൊളിയാണ്. പിള്ളേരൊക്കെ കുറെ മല്ലൂസ് ഉണ്ട്. അതുകൊണ്ട് ആ ഒരു വൈബ് കിട്ടുന്നുണ്ടല്ലേ. ഓണം ആഘോഷിക്കോ? 8 മാസമായില്ലേ ആയുള്ളൂ. ഓണമൊക്കെ ഇനി അടുത്ത നാട്ടിൽ പോയി വരുമ്പോഴേ അതിന്റെ ഇതൊക്കെ. അപ്പോൾ നമ്മൾ ഹോസ്റ്റലിൽ പോയി. നമ്മുടെ നെടുമങ്ങാടുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. നെടുമങ്ങാടുള്ള ഒരു പയ്യനെയൊക്കെ അവൻ ഇവിടെ പഠിക്കാൻ വേണ്ടി ഇവിടെ ഹോസ്റ്റലിലേക്കാണ്. ഫസ്റ്റ് ഇയറിലുള്ള കുട്ടികളെല്ലാം ഇങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് കേട്ടോ. സാധാരണ നമ്മളിങ്ങനെയുള്ള ഹോസ്റ്റലുകളിൽ പോയി നിൽക്കുമ്പോൾ ഉള്ളൊരു ഗുണമെന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ എല്ലാവരെയും പരിചയപ്പെടാൻ കഴിയും. ഒരു ബേസിക് ആയിട്ടുള്ളൊരു സംഭവങ്ങളൊക്കെ നമുക്ക് എന്താ പറയുക നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരിക്കലും ഒരു പുതിയൊരു സ്ഥലത്തോട്ട് പോയിട്ട് പുറത്ത് ആദ്യം നിൽക്കരുത് കേട്ടോ. ഏറ്റവും ബെസ്റ്റ് നമ്മൾ കോളേജിൻ്റെ അകത്തോ യൂണിവേഴ്സിറ്റി ഹോസ്റ്റലോ അല്ലെങ്കിൽ ഇതുപോലുള്ള എന്തെങ്കിലും ഓർഗനൈസ്ഡ്
ആയിട്ടുള്ള ഹോസ്റ്റലുകളിൽ നിൽക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ എന്തായാലും ഞാൻ ബാക്കി കാഴ്ചകൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നതെന്ന് പറയുമ്പോൾ നമ്മളിവിടെ മലയാളികളുടെ മറ്റൊരു ഹോസ്റ്റൽ, ഇവിടെ പലതരത്തിലുള്ള ഹോസ്റ്റലുണ്ട്, മലയാളി കുട്ടികൾ ചെയ്യുന്ന മറ്റൊരു ഹോസ്റ്റലിൽ അവരുടെ എന്താ പറയുക ഈദ് പ്രമാണിച്ചുള്ള ഭക്ഷണ കുക്കിങ്ങും അപ്പോൾ അവർ നമ്മളെ ഇൻവൈറ്റ് ചെയ്തിട്ടോ അങ്ങോട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇവിടെ വരുന്ന സ്റ്റഡി അബ്രോഡ് ടീമിൻ്റെ കാഴ്ചകളും അവരുടെ കോൺടാക്റ്റും വിവരങ്ങളൊക്കെ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. അടുത്ത വീഡിയോയിലും അതിൻ്റെ അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട് ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കൂടുതലായിട്ട് ഇവിടെയുള്ള കുട്ടികളെ കണ്ട് നമ്മുടെ കോളേജിൽ പോയിട്ട് അവിടുത്തെ എന്താ പറയുക പഠന വിവരങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നവരെ എല്ലാവർക്കും ബൈ.